സാബുവിന് കിട്ടിയപ്പോൾ എന്ന് വെച്ചാൽ അവിടെ സാബുവിൻ്റെ പാർട്ടി ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ പെട്ടിട്ടുള്ള അവിടെ സ്വാധീനമുള്ള കുറേ ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് ബി ജെ പിൻ്റെ കൂടെ നിൽക്കുന്ന സാബു പഴയ സാബുവിന് അത്ര ശക്തനല്ല. രാജീവ് പണിയെടുക്കും. രാജീവ് എന്താ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നല്ലതാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓളം കൊണ്ട് കാര്യമുള്ളൂ. ഇനി ഈ ഓളം കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിന് അവരുടെ മീഡിയ ഡിബേറ്റുകൾ അവർ ഉപയോഗിക്കണം. കണക്കുകൾ വരണം. അതെ, കൃത്യം കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, എതിരാളി എന്ത് പറയുന്നു നോക്കി അതിൻ്റെ കൗണ്ടർ കണക്ക് കൂടി വരണം. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഒരു വിസ്ഫോടനം ഉണ്ടാക്കണം. ഓപ്പറേഷൻ സോഫ സോ ഗുഡ് എന്നുള്ളതാണ് പൊതുവെ രാജേഷ് തിരക്കുള്ള അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ രാജേഷ് സംഘർഷത്തിലേക്ക് പോകുന്നില്ല. രാജേഷ് ഇരുത്തം വന്നു. പണ്ടാണ് രാജേഷിന് ഇറച്ചിക്ക് വിടല് നിയമം, അതിന് രാജേഷ് അലമ്പാക്കിയത്. ഇപ്പം രാജേഷിന് ഇരുത്തം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ CPM-യുടെ പ്രശ്നം വെച്ചാൽ അവരുടെ ആളുകളെ മാത്രമാണ് അവരുടെ ആളുകളെ കണ്ടിരുന്നുള്ളൂ. പിണറായിൻ്റെ ഒരു വലിയ ഗുണം വെച്ചാൽ മൂപ്പർ അങ്ങനെ അല്ല എന്നുള്ളതാണ്. മൂപ്പര് മുന്നേ ജനിയും കേസ് വന്നാൽ മൂപ്പരത് പിന്നെ പക്ഷേ മൂപ്പരക്കിട്ട് പണിയാനുള്ള കേസാണെങ്കിൽ മൂപ്പർ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2026 കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും. ഈ തിരഞ്ഞെടുപ്പിൽ NDAയുടെ പ്രകടനം എത്രത്തോളം മികവുറ്റതായിരിക്കും? അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം BJPയുടെ സഖ്യകക്ഷികളുടെ കരുത്താണ്. ഇപ്പോൾ പുതിയൊരു സഖ്യകക്ഷി കൂടി അവർക്ക് വന്നിരിക്കുകയാണ്, സാബു ജേക്കബിൻ്റെ 2020. BDJS-ഉം ഉണ്ടൊപ്പം കുറേ നാളായി. ഈ സഖ്യകക്ഷികൾ എത്രത്തോളം കരുത്ത് പകരും വലിയേട്ടനായ BJPക്ക് പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെ ക്രൂഷ്യലായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് എല്ലായിടത്തും അവർക്ക് കരുത്ത് തെളിയിക്കുവാനും വോട്ട് നേടുവാനും സഖ്യകക്ഷികളുടെ സ്വാധീനവും പ്രകടനവും. എങ്ങനെയാണ് ഇപ്പോൾ പുതുതായി എത്തിയ 2020യുടെ ഒരു പ്രഭാവത്തെ കാണുന്നത്? അവരുടെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടാകും? കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ ആത്മവിശ്വാസം ഇല്ലായ്മയാണ്. ആത്മവിശ്വാസം ഇല്ലായ്മ. ജയിക്കാൻ പറ്റുമെന്നുള്ള ഫീൽ അവർക്കില്ല. ആ ഫീൽ അവരുടെ പ്രവർത്തനത്തിലും ഉള്ളതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന പല ആളുകൾ അവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം തോൽക്കുന്ന ആളുകൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഓക്കെ, ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ BJPയുടെ ഏറ്റവും വലിയ ശത്രു കേരളത്തിലെ പൊതുബോധമാണ്. ഇതൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ്. ഇതൊരു മൈനോറിറ്റി വിരുദ്ധ പാർട്ടിയാണ്. ഇതൊരു OBC വിരുദ്ധ പാർട്ടിയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് OBC എന്നുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ എന്നൊരു ഡിസ്കോഴ്സ് വളരെ ആളുകൾ പ്രാഥമിക തലത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. നമ്മളെ എൻഗേജ് ചെയ്യുമ്പോൾ ഈഴവർക്ക് പലർക്കും ഈ കണ്ടെടുത്ത BJPനെ ഈഴവർ പാർട്ടിയിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ സാധാരണ ഈഴവരോട് സംസാരിച്ച് പക്ഷേ ഇപ്പോൾ കുറേ വോട്ട് അങ്ങോട്ട് പോയല്ലോ ഈഴവരുടെ. അല്ല, ഇപ്പോഴല്ലേ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ അതുകൊണ്ടും ജയിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനും ഒക്കെ ജയിക്കണ്ടേ? ജയിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ജയിക്കേണ്ട തരത്തിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോഴും ആലപ്പുഴയിലൊക്കെ പോയി വല്ല ഏവനാണ് BJPനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ നായന്മാരെ പാർട്ടി എന്ന് പറയും. അത് പിന്നെ അടുത്ത വെച്ചാൽ നായന്മാരായതുകൊണ്ടല്ല, അത് പിന്നെ അങ്ങനെ പറഞ്ഞു ഈ അവർ ഭയങ്കര ഫാസിസ്റ്റുകൾ, ജാതി പാർട്ടി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പം ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇതിനെ മറികടക്കാന്നുള്ള അവരുടെ ഒറ്റ വഴികൾ വിജയങ്ങളാണ്, നിരന്തരമായ വിജയങ്ങൾ. ഇപ്പം നിങ്ങളിപ്പോൾ ഒഴുക്ക് വന്നതുകൊണ്ടാണ് മോഡി അപ്പുറത്ത് പ്രധാനമന്ത്രി വന്നു. മോഡി ഉത്തരേന്ത്യയിലൊക്കെ വലിയ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. മോഡി ഇവിടെ വന്നിട്ട് പ്രധാനപ്പെട്ട ഈ ഈഴവ പ്രമാണിമാരെ കാണുന്നു. ഈഴവ നേതാക്കന്മാരുമായിട്ട് അവർക്ക് നല്ല പ്ലേസ്മെൻറ്റുകൾ കൊടുക്കുന്നു ജനങ്ങളുടെ ഇടയിൽ. മോഡി പ്രഭാവം കൊണ്ടാണ് ഈ കാണുന്ന ഈഴവരെ ഷിഫ്റ്റൊക്കെ ഉണ്ടായത്. പിന്നെ ഈ ശോഭാ സുരേന്ദ്രനെ പോലെ, മുരളീധരനെ പോലെ അല്ലെ ഈ സുരേന്ദ്രനെ പോലെയൊക്കെയുള്ള ഈഴവ നേതാക്കൾ. അതിൽ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും വലിയ മൊബിലൈസർ, മുരളീധരനാണ് ഏറ്റവും നല്ല ഓർഗനൈസർ. ആ ഒരു കോമ്പിനേഷനാണത്. അവരൊരുമിച്ച് നിൽക്കില്ല. അവരൊരുമിച്ച് നിന്നാൽ കുറച്ച് അത്ഭുതങ്ങൾ ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരൊരുമിച്ച് നിൽക്കില്ല. രണ്ട് നല്ല താൻപോര്യമുള്ള നേതാക്കന്മാരാണ്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതിനെ മറികടക്കാൻ നിരന്തരമായ വിജയങ്ങളായിരിക്കണം. ഇവിടെ ഇപ്പം നിയമം ജയിച്ചു, അടുത്ത ഇലക്ഷൻ അതുകൊണ്ട് വെച്ച് കളഞ്ഞു. പിന്നെ ജയിക്കാനും പറ്റില്ല. കഴിഞ്ഞ ഇലക്ഷൻ അവർക്ക് 1-2 സീറ്റുകളൊക്കെ ജയിച്ചില്ല. പരസ്പരം വലിച്ചതാണ് കേൾക്കുന്നത്. പിന്നെ ലോക്സഭ സുരേഷ് ഗോപി ജയിച്ചു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പം കിട്ടി. ഇപ്പോൾ ഒരു വിന്നിങ് സ്ട്രീമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈഴവരുടെ ഇടയിൽ കുറച്ചുകൂടി ഒരു സ്നേഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈഴവർ ഞാൻ പറയാം, അവരുടെ ഇടയിൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി, അവരുടെ ഏറ്റവും കുറവ് പാർട്ടിസിപ്പേഷൻ ഈഴവ കമ്മ്യൂണിറ്റി. നേതാക്കന്മാരുണ്ട്, അണികൾ കുറവാണ്. പിന്നെ BDJS ആയിരുന്നു അവർക്ക് വലിയ ഇതിൽ ഈഴവന്മാരെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. BDJS ഇപ്പോൾ ഏതാണ്ട് പിണങ്ങിയ മട്ടിലാണ്. അതാണ് ഒരു ഫാക്ടർ.
അപ്പം നിരന്തരമായ വിജയങ്ങൾ വേണം. വോട്ടിംഗ് ശതമാനം കൂടിയുള്ള കാര്യമില്ല, നിരന്തരമായ വിജയങ്ങൾ വേണം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി രക്ഷപ്പെടുത്തി, ഈ കോർപ്പറേഷനിൽ തിരുവനന്തപുരം രക്ഷപ്പെടുത്തി. അപ്പം ഇനി വേണ്ടത് നിയമസഭയിൽ ജയിക്കുമെന്നൊരു ഉറപ്പുള്ള BJP ജയിക്കുമെന്ന് പ്രീ സർവേ വരുമ്പം ഒരു 10 സീറ്റ്, 5 സീറ്റെങ്കിലും വരണം. എങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓളം ഒരു 5 സീറ്റിൽ വന്നാലേ മറ്റു സ്ഥലങ്ങളും അത് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഈ 5 സ്ഥലങ്ങൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ BJP ആണ്, പൊതുവെ BJP. അപ്പോൾ ഇവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല, നേമത്ത് മാത്രമേ മത്സരമുള്ളൂ, നേമത്ത് മാത്രമേ മത്സരം. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഇവന്മാർ വെള്ളത്തിൽ ഒരു ചാനലിലും ഈ സുരേഷ് ഗോപി ജയിക്കുമെന്ന് വന്നിട്ടില്ല. സുരേഷ് ഗോപിക്ക് ക്ലിയർ എഡ്ജ് ഉണ്ടായിരുന്നു അവിടെ. സുരേഷ് ഗോപി എല്ലാം മുരളീധരനൊക്കെ കൊടുത്തത്, മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോയതാണ്. അന്ന് ഞാൻ മാത്രമേ വന്നുള്ളൂ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത്. വേറൊന്ന് രാജീവ് ചന്ദ്രശേഖരായിരുന്നു. അപ്പം വേദാനം പറഞ്ഞില്ല, നോക്കി സുരേഷ് ഗോപി ജയിക്കുമെന്ന് വേദാനം പറഞ്ഞു നോക്കി ക്ലിയറായിട്ട്. ഞാൻ അന്നേ കൺസിസ്റ്റൻ്റായി പറഞ്ഞു, നമുക്കത് അറിയാൻ വേണ്ട അയാൾ ജയിക്കും എന്നുള്ള ഒരു. അത് ജയിപ്പിച്ച പ്രധാനമായിട്ട് ഇവർ തന്നെയാണ്. ഇയാളെ ഉപദ്രവിച്ച് നാട്ടിൽ തൃശ്ശൂരുകാരല്ലേ, തൃശ്ശൂരത്തേനും പകവച്ച് കൊടുക്കാത്ത ടീമാണ്. തൃശ്ശൂർ എല്ലാ സ്ഥലമാണ് വോട്ട് ചെയ്ത്, മുസ്ലിംസ് വരെ വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങേർക്ക്. അപ്പം അങ്ങേര് ജയിക്കുമെന്നൊരു പ്രതീതി പൊതുവെ ഇവരിങ്ങനെ ഇല്ല എന്ന് പറയുമ്പോഴും നാട്ടിൽ എവിടെ വന്നിരുന്നു. അതെ. അപ്പം അത് രാജീവിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു കേട്ടോ. രാജീവിൻ്റെ വേറെ കളിയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പം മീഡിയ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. BJPക്ക് ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് അവർ ചിട്ടയായി ഒത്തൊരുമയോടുകൂടി വർത്തിക്കാൻ അവർക്ക് പറ്റണം. അല്ലെങ്കിൽ ഇവർക്ക് സംബന്ധിച്ച് ഇപ്പം BDJS പോയത് അവർക്ക് നെഗറ്റീവാണ്. അപ്പോഴാണ് സാബുവിനെ കിട്ടിയിരിക്കുന്നത്. സാബുവിനെ കിട്ടിയപ്പോൾ എന്ന് വെച്ചാൽ അവിടെ സാബുവിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ പെട്ടിട്ടുള്ള അവിടെ സ്വാധീനമുള്ള കുറേ ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. അവിടെ BJPൻ്റെ കൂടെ നിൽക്കുന്ന പഴയ സാബുവിന് അത്ര ശക്തനല്ല. ഓക്കെ. അതിനെ മറികടന്നുകൊണ്ട് ബാക്കിയുള്ള വോട്ടുകൾ പിടിക്കാൻ കൂടെ നിർത്താൻ സാബുവിന് പറ്റണം. സാബുവിനെ ശക്തിപ്പെടുത്താൻ ആർക്ക് പറ്റണം? BJP. സാബുവിൻ്റെ പ്രശ്നം, സാബുവിൻ്റെ വർത്താനമൊന്നും കേരളത്തിലെ സാധാരണക്കാരൻ പിടിക്കുന്ന രീതിയിലല്ല. മൂപ്പര് മുതലാളിയായിട്ടാണ് മൂപ്പര് സംസാരം. സംഭവം പറയുന്നത് വല്ലതും ശരിയാണ്, പക്ഷേ മുതലാളിയായിട്ടാണ് സംസാരം. അത് സാബുവിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനെ മയപ്പെടുത്താൻ BJPക്ക് പറ്റണം. എന്നാൽ സാബുവിനൊരു വലിയ സ്കോപ്പ് ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJPക്ക് പറ്റണം. ആ രീതിയിൽ ഇടപെടൽ വേണം. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് രാജീവ് കാര്യമായിട്ടുള്ള പണിയിലാണ്, ഒരു രക്ഷയില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ നമ്മൾ കണ്ടാണ്, രാജീവ് വന്നതിന് ശേഷം കോർപ്പറേഷൻ ഇലക്ഷൻ ആണെങ്കിലും രാജീവ് ഈ വോട്ടിൻ്റെ ശതമാനം കൂട്ടാനല്ല, സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള രാജീവ്. അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും പ്രവർത്തനവും എല്ലാം കോർപ്പറേറ്റ് ടൈപ്പ് തന്നെ സ്റ്റൈലിൽ തന്നെ നീങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് BJP ഏതായാലും വിളിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ മണ്ഡലത്തിൽ ഈ ഞായറാഴ്ച കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ഇത് ഇലക്ഷൻ വരുന്ന സമയത്ത് ജയിക്കും, അതിന് കൃത്യമായ കണക്കുകളൊക്കെ കൊണ്ട് ചാനലുകൾ ഒരു മീഡിയ ബ്ലിസ്റ്റ് ഉണ്ടാക്കണം. ഇവർക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഇടം കിട്ടുമല്ലോ, അവിടെ കൊണ്ട് ഇത് പൊട്ടിക്കണം, കണക്ക് വെച്ച് പൊട്ടിക്കണം. ഇന്ന സ്ഥലത്ത് ഇത്ര വോട്ട് ഞങ്ങൾ കിട്ടും, ഇത്ര ഞങ്ങൾ ജയിക്കുന്നു, ജനങ്ങൾക്ക് അങ്ങനെ ഓളം ഉണ്ടാക്കാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ BJPയെ പോലെ ഒരു വളർന്നു വരുന്ന പാർട്ടിക്ക്, ആളുകൾ വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു പാർട്ടിക്ക്, തോൽക്കുമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാൻ ആളുകൾ മടിക്കുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ, വോട്ട് വരുള്ളൂ. അങ്ങനെ ഓളം ഉണ്ടാക്കാൻ പറ്റണം അവർക്ക്. ആ ഓളം സോഫ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. രാജീവ് പണിയെടുക്കും. രാജീവ് എന്താ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നല്ലതാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓളം കൊണ്ട് കാര്യമുള്ളൂ. ഇനി ഈ ഓളം കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിന് അവരുടെ മീഡിയ ഡിബേറ്റുകൾ അവർ ഉപയോഗിക്കണം. ഓക്കെ. ഏറ്റവും സൗമ്യമായി, ഏറ്റവും ഷാർപ്പായിട്ടും, ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് ആങ്കർമാരെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിടണം. അല്ല, ഇതിപ്പം ഓളം സൃഷ്ടിക്കുവാൻ അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും. BJP ഇത്ര കിട്ടി, മോഡി സാർ അത് ചെയ്തു, മോഡി സാർ ചന്ദ്രനിൽ പോയി വന്നിട്ടും കാര്യമൊന്നുമില്ല. കണക്കുകൾ വരണം. അതെ, കൃത്യം കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യണം, എതിരാളി എന്ത് പറയുന്നു നോക്കി അതിൻ്റെ കൗണ്ടർ കണക്കൂടി വരണം. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഒരു വിസ്ഫോടനം ഉണ്ടാക്കണം. അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യണം, TV ചാനലുകളിൽ വരണം. എങ്കിലേ പറ്റുള്ളൂ. ഓക്കെ. അല്ല, ഇതിപ്പോൾ നോക്കുമ്പോൾ പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആളുകളെ ഒതുക്കാനും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ചവിട്ടാനൊന്നും ശ്രമിക്കരുത്. ജയിച്ചാൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റും, തോറ്റാൽ എല്ലാവരും തോൽക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിലെല്ലാവരും പരസ്പരം ജയിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇഴവനാണ്, ഇങ്ങനെ നായരാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കേട്ടോ. ഇതിപ്പോൾ പലപ്പോഴും പലരെയും സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തോൽപ്പിച്ചു എന്നുള്ളൊരു പേര് ദോഷം BJPക്ക് ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് വെച്ചാൽ അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് UDFൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. BJP എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഒരു പരിധിവരെ BJP ഗുണകരമാണ്.
പക്ഷേ അത് എങ്ങനെ അത് ഗുണകരമാക്കണമെങ്കിൽ ആ രീതിയിലെ പ്രവർത്തനം കൂടി ഓരോ ഭാഗത്തുണ്ടാവും. അല്ല ഈ ചർച്ചകളിലൊക്കെ പോയിട്ട് BJP അല്ല ചർച്ചകളിലല്ല യൂട്യൂബിലൊക്കെ BJP 35 സീറ്റ് ഉറപ്പിച്ചു, ബാക്കി നമ്മൾ കുതിര കച്ചവടം നടത്തി പിടിക്കും എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തമ്മ യൂട്യൂബ് ആക്കി. രണ്ട് കാര്യം അതിലുള്ളൂ. ഒന്ന് 35 BJP ആളുകൾ ചിരിച്ച് പണ്ടാറടങ്ങും. സുരേന്ദ്രൻ്റെ കരിയർ നശിപ്പിച്ച് അങ്ങനെ പ്രസ്താവനയാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം അത് മലയാളി പറ്റിക്കലും ഇതുമായി കേട്ടാൽ മലയാളീൻ്റെ നടക്കില്ല. അത് കോമൺ സെൻസ് ഉള്ളവരാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാക്കി ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എന്താ എന്നാങ്ങനെ ഉണ്ടാക്ക്. ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ പല നമ്മൾ നോക്കിയാൽ BJP ആയിട്ട് ഒരു കാര്യമായിട്ട് ബന്ധം ഉണ്ടാവില്ല. അവർ ഈ സ്പേസ് BJPക്കാരും ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവരങ്ങടെ അർമാദിക്കണം. പിന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവരുടെ ഗ്രൂപ്പുകളിൽ ഓടും. അത് വളരെ സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ എടുത്ത് നോക്കി, നമ്മളിപ്പം BJP പറയുന്ന അതേ സാധനം നമ്മൾ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ സാധനം ഉണ്ടല്ലോ 10-400 കെ നമ്മളത് ചെയ്യില്ല. നമ്മളെന്താ ചെയ്യുന്നത്? അവർ പറയുന്നത് ഇവർ പറയുന്നതല്ല, നമ്മളെന്താണ് സയൻറ്റിഫിക്കലി ശരിയെന്ന് അതേ നമ്മൾ പറയുന്നുള്ളൂ. ഈ സയൻറ്റിഫിക്കലി ശരിയെന്ന് സയൻസ് നമ്മൾ മാറ്റി നിർത്തി എൻ്റെ വീഡിയോ ഒക്കെ എനിക്കറിയാം 200-300 കെ പോകും. നമ്മളത് ചെയ്യില്ല. ഓക്കെ. കാരണം നമുക്ക് ഈ രീതിയിൽ റീച്ച് ആവശ്യമില്ല. എനിക്കത് താല്പര്യമില്ല. ഉള്ളത് വന്നിട്ട് കിട്ടിയാൽ മതി. പക്ഷേ ഈ പല യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ BJPക്കാർ എന്ത് പറയുന്നത് അതിന് കൂട്ടി പറയും. അപ്പം എന്ത് ചെയ്യും? RSS BJPക്കാർ ഇന്ന് കാണും. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ പൊതുസമൂഹത്തിൽ നിങ്ങൾ BJPൻ്റെ RSSന് വോട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പണ്ട് CPM-ലായിരുന്ന സമയത്ത് CPM ആയതല്ല, അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. CPM-മാരുടെ വോട്ട് CPM-ന് കിട്ടും. നമുക്ക് വേണ്ടത് അവിടെ നിന്ന് കുറച്ച് വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നമ്മളവിടെ പോയിട്ട് നമ്മളെ പാർട്ടി അങ്ങനെയാണ് വലിയ സംഭവം മറ്റുള്ളവരെ വലിച്ചു കയറിയിട്ട് നമ്മളെ ആളുകൾ നമ്മളെ ഭയങ്കരമായി ഷെയർ ചെയ്യുക ആഘോഷിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ അലമ്പ്, ഇതാണ് ഇവന്മാരുടെ സ്വഭാവം എന്ന് പറയും. അതെ. നിങ്ങൾക്ക് കിട്ടാത്ത വോട്ടുകൾ ഇങ്ങോട്ട് അടുപ്പിക്കാനാണ് വേണ്ടത്. അതിന് ഈ അക്രമ സ്വഭാവം കൊണ്ടോ ഈ പറയുന്ന അതിഭാവുകത്വം കൊണ്ടും കാര്യമില്ല. അതാണ് അവിടെ SFIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതും ഇടതുപക്ഷത്തിന് അല്ല അതാണ് സംഭവിക്കുന്നത്. അതിൽ എനിക്കൊന്നും. പക്ഷേ CPM ഇപ്പോൾ ചാനൽ ചർച്ചയിലേക്ക് കൊള്ളാവുന്ന ആളുകൾ വിട്ടു തുടങ്ങി. ഓക്കെ. പ്രശ്നക്കാരൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് സെൻസിബിളായി സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അവിടെ ഞാൻ സാബു ജേക്കബിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. സാബു ജേക്കബിൻ്റെ കടന്നു വരവ് ഈ സഭാ നേതൃത്വങ്ങളിലേക്കൊക്കെയുള്ള ഒരു പാലം കൂടിയാണോ? സഭാ നേതൃത്വങ്ങൾ പല പാലം BJP ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാലം ഇതൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആവശ്യങ്ങൾ BJPന് വേണമെന്നല്ലാതെ അവർക്ക് വേറെ രീതി BJPന് ഒരു തന്നെ ആവശ്യമില്ല. പിന്നെ അതിനോട് ഗ്ലോബൽ ക്ലൗട്ട് ഉണ്ട്. അപ്പോൾ പാലിട്ട് BJP വോട്ട് ചെയ്യുന്ന നമ്മളത് വോട്ട് വീഴുന്ന വരെ ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, പക്ഷേ കോർപ്പറേഷനിൽ പിന്നെ 2 സീറ്റിന് വർധന ഉണ്ടായിട്ടുള്ളൂ. അതെ, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അമിത്ഷാ വന്നിട്ട് നിങ്ങൾ ആളെ ആദ്യം കാണിക്കുന്നു സുരേഷ് ഗോപി ജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു കുര്യന് മന്ത്രിസ്ഥാനം. അടുത്ത വർഷം അവരെന്ത് ചെയ്തു? അവിടുത്തെ വർഷം വന്നപ്പോൾ അവർ മാറി ചിന്തിച്ചു. അപ്പോൾ ഈ സഭ നിങ്ങൾ മുസ്ലിംസിന് നിങ്ങൾക്ക് എൻ ബ്ലോക്കായി പിടിക്കാൻ പറ്റും. ബാക്കി വേറൊരു കേരളത്തിൽ ഒരു കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായി പിടിക്കാനും പറ്റില്ല. പിന്നെ നായേഴ്സിന് പിടിക്കാൻ പറ്റും. കരയോഗ നായന്മാരുടെ വോട്ട് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ കരയോഗം ഈ ശാഖ ഇഴവന്മാരുടെ വോട്ടും അങ്ങനെ കിട്ടും. അതല്ല വേറെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് അങ്ങനെ പിടിക്കാനേ പറ്റില്ല. അവരെ കൺവിൻസ്ഡ് ആക്കണം. അവരെ മുന്നിൽ പോയി 35 സീറ്റ് കിട്ടും, ബാക്കി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാൻ അവർ ശരി. കാരണം അവർക്ക് നിങ്ങളെ ആവശ്യമില്ലേ? പ്രത്യേകിച്ച് ഈ പറയുന്ന ഓർത്തഡോക്സ് നമ്മുടെ കൺവെൻഷണൽ ചർച്ച ഉണ്ടല്ലോ, സിറിയൻ ക്രിസ്ത്യൻ ചർച്ച നിങ്ങൾ ആവശ്യമില്ല. അവർക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും അവരുടെ കാര്യങ്ങൾ തീർക്കാൻ വേറെ അവർക്ക് സിസ്റ്റമുണ്ട്. അപ്പോൾ പരിധി കൂടാതെ മുസ്ലിംസ് തൊട്ടളിക്കുമ്പോൾ അവരെ തൊട്ടളിച്ചാൽ പണി കിട്ടും. ഓക്കെ. അല്ല, ഇതിപ്പോൾ അതാണ് ഊതി വീർപ്പിച്ച കണക്കുകൾ ജനങ്ങളിൽ നിന്ന് അകറ്റാനേ സഹായിക്കൂ അല്ലേ? സെൻസിബിളായിട്ട് വേണം. സെൻസിബിളായിട്ട് രാജീവ് ചെയ്യുന്ന പോലെ സെൻസിബിളായിട്ട് വേണം. ആ ചാനൽ ചർച്ചകളും വെറുതെ പോയി ഇരുന്നിട്ട് കാര്യമല്ല, ചത്തിരുന്നിട്ട് കാര്യമല്ല. അവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം. ഓക്കെ, വിത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ. മറ്റൊന്ന്, ഈ ഷോൺ ജോർജും പിതാവും ഒക്കെ തന്നെ BJPയിലേക്ക് പിതാവ് ഉണ്ടാക്കുന്നത് അയാൾ BJP ഈ സീറ്റ് കിട്ടില്ല ഗാന്ധിനെ പോയി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ ബാധ്യതയാണ്. ഓരോ മുസ്ലിംസിനെ കുറ്റം പറഞ്ഞത്, ഓരോ SDP അതിനൊക്കെ തലയിൽ വെച്ചു. മൂപ്പർക്ക് എന്ത് കാര്യം കിട്ടും അതിനെ മൂപ്പർ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യും. അങ്ങനെ ആ ബാധ്യതയല്ല. ഗാന്ധിനെ RSS തള്ളി പറഞ്ഞിട്ടുണ്ടോ? BJP തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദു ഐക്യ മറ്റേ ഹിന്ദു മഹാസഭക്കാർ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു മഹാസഭക്കാർ പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ BJP RSS നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ അതൊക്കെ നെഗറ്റീവായി ഉണ്ടാവില്ലേ? അയാൾ വന്ന് ഇപ്പോൾ ഒരു മാതിരി മാൻട്രക്കായി മാറുന്നുണ്ട്. അല്ല, പക്ഷേ ഷോൺ ജോർജ് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ അച്ഛൻ്റെ ഈ വർത്താനൊക്കെ മോനും ദോഷമാണ്. ഈ സഭകൾക്ക് ഗാന്ധിനെ വലിയ താല്പര്യമാണ്. മഹാത്മാഗാന്ധിനെ കോൺഗ്രസിനൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. കോൺഗ്രസ് വിട്, ഈ ഗാന്ധിനെ കുറ്റം പറഞ്ഞാൽ അവർക്ക് VC യോതൊക്കെ കണക്കാണ്. ഈ പള്ളിയിലെ അച്ഛന്മാരെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എല്ലാവരും വാര് പോയി കഴിഞ്ഞാൽ അവർ അണ്ടിപ്പരിപ്പും ചായയൊക്കെ തരും. പക്ഷെ അവർ മുസ്ലിംസിനെ പോലെ പെട്ടെന്ന് വീഴൊന്നുമില്ല. അപ്പോൾ കുറ്റം പറയുന്നത് സൂക്ഷിച്ചു വേണം, അവരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം.
വേറൊരു ഫാക്ടറാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിലേക്കാണ് അടുത്ത എൻ്റെ ചോദ്യം വരുന്നത്. പ്രധാനമന്ത്രി വന്നു, പക്ഷേ വലിയ രീതിയിൽ ആരെയും സന്തോഷിപ്പിച്ചില്ല. പക്ഷേ ബജറ്റ് അവതരിപ്പിച്ചത് നല്ല രീതിയിലൊരു ബജറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ചത്. എന്ത് തോന്നുന്നു, ഈ കോർപ്പറേഷൻ വിജയം BJPക്ക് എത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യാൻ കോർപ്പറേഷൻ സോഫ സോ ഗുഡ് എന്നുള്ളതാണ് പൊതുവെ രാജേഷ് തിരക്കുള്ള അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ രാജേഷ് സംഘർഷത്തിലേക്ക് പോകുന്നില്ല. രാജേഷ് ഇരുത്തം വന്നു. പണ്ടാണ് രാജേഷിനെ ഇറച്ചിക്ക് വിടല് നിയമം, അതിന് രാജേഷ് അലമ്പാക്കിയത്. ഇപ്പം രാജേഷിന് ഇരുത്തം വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. ഓക്കെ. അപ്പം അത് പൊതുവെ അവർക്ക് ഗുണം ചെയ്യും. കോർപ്പറേഷൻ കിട്ടിയതും കാര്യങ്ങളും അവർക്ക് ഗുണം ചെയ്യും. പക്ഷെ എനിക്ക് മനസ്സിലായി കോർപ്പറേഷൻ കിട്ടിയത് കേരളത്തെ വലിയ രീതിയിൽ BJPക്കാർ ആഘോഷിക്കുന്നതാണ്. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെ വലിയ രീതിയിൽ ഇവർ ആഘോഷിച്ചിട്ടില്ല. രാജേട്ടൻ ജയിച്ച സമയത്ത് എൻ്റെ നാട്ടിൽ പോലും രാജേട്ടൻ്റെ അക്കൗണ്ട് തുറന്നു തന്ന ബോർഡ് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാ പാർട്ടിയിൽ. അപ്പോൾ ഉള്ളിലെ പോര് അതെല്ലാം തന്നെ നിർത്തണം, ഒറ്റക്കെട്ടായി നിൽക്കണം. എനിക്ക് മാത്രമേ ഈ അത് പറഞ്ഞാൽ അവർ നമ്മൾ ഞാൻ മുസ്ലിം എങ്ങനെ പറയും, അവൻ മുസ്ലിം ആയതുകൊണ്ട് സുഡു ആയതുകൊണ്ട് അവൻ എന്താണ് തക്കിയ അവന് തക്കിയ എന്താണെന്ന് പറയും. ഇവനല്ല ആക്കിയത്. 10 രൂപ അധികം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രചാരകന്മാരെ പറ്റിയല്ല പറയുന്നത്. പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ വേണ്ടി ഈ രാജ്യത്തോമാരെ ഒറ്റി കൊടുക്കും പലരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ സഹായിച്ച ചാരന്മാരെടുത്തു നോക്കി കഴിഞ്ഞാൽ മുസ്ലിംസ് അല്ല, ഹിന്ദുസിൻ്റെ എണ്ണ കൂടുതൽ. ഞാൻ തക്കിയ പറഞ്ഞില്ല, കാരണം തക്കിയ പറയാൻ വേണ്ടി മാത്രമേ എടുത്തുള്ളൂ. കേട്ടോ, ഞാനൊക്കെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചാണ്. അയാളെ മുഖത്ത് നോക്കി പറയും. നിന്നെ പോലെ അവിടെ നിന്ന് പറയാം, ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്നതെല്ലാം കൊള്ളേണ്ടടുത്ത് കൊള്ളും, കൊള്ളുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ BJP എന്ന് നല്ലത് ചെയ്താലേ പറയുന്നത് മറ്റാരെന്നത് നമ്മൾ സംഖ്യയൊക്കെ ഐ ഡോണ്ട് കെയർ. അതുപോലെ എനിക്ക് ശരിയെന്ന് തോന്നുന്നു പറയും. അപ്പോൾ അത് നിങ്ങൾ തക്കിയാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. പിന്നെ നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ലേ ശരിയാവില്ല. അതുകൊണ്ട് പറയും. നിങ്ങൾ വിചാരിക്കില്ലേ നമ്മൾ ഒരു മണ്ടനെന്ന് വിചാരിക്കില്ലേ. നമ്മൾ പൊളിറ്റിക്കൽ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അന്തരീക്ഷം ഇപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ ലീഡ് എടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ പിണറായിൻ്റെ ഇപ്പോഴത്തെ ഈ സമരം പിന്നെ ഈ എന്താണ് മീഡിയ ബ്ലിസ്റ്റ് ഗുണം ചെയ്യുന്നുണ്ടോ? പരസ്യങ്ങളൊക്കെ ഗുണം ചെയ്യുന്നു. നല്ല രസമുള്ള പരസ്യങ്ങളാണ്. ഫാക്റ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഫാക്റ്റിനെ ബേസ് ചെയ്യുന്നുള്ള സിമ്പിളായിട്ടുള്ള പരസ്യങ്ങളാണ്. പിന്നെ റിസൾട്ട് കാണാനുണ്ട്. 10 വർഷം എവിടെ കലാപം നടന്നിട്ടില്ല, റോഡുകൾ നന്നായിട്ടുണ്ട്. KSRTC ഇപ്പം ഭേദപ്പെട്ട് വരുന്നുണ്ട്. KSRTC ആണല്ലോ ഇവിടെ ഒരു കാലത്ത് നന്നാവില്ല എന്ന് വിചാരിച്ച സാധനം, അത് ഭേദപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പരസ്യങ്ങൾ അവർക്ക് ഗുണമാണ്. ഓക്കെ. പരസ്യങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ ഷാഫീൻ്റെ കഴുത്തിന് പിടുത്തു പോകും. മറ്റേ ബൗണ്ടറിക്ക് പുറത്തേക്ക് നമ്മുടെ മെന്തം തെറിച്ചതും അങ്ങനെ ഒരുപാട് ഫാക്ടർ അവർക്ക് നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ബൗണ്ടറിക്ക് പുറത്തേക്ക് 6 ആയത് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ? അല്ല, വേറൊരു സംഭവമുണ്ട്. ഈ VD സതീശൻ്റെ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്നാൽ കോൺഗ്രസ് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ മീഡിയ പുറത്ത് നിങ്ങൾക്ക് തോന്നി ഇവിടെ അങ്ങനെ ഒരു യാതൊക്കെ വലിയ സ്വീകാര്യത ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പാർട്ടിക്കാരെ പോകുള്ളൂ. ഇവിടെ സ്വീകാര്യത സൈലൻ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ദിവസമേ വരുള്ളൂ. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് അവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നുള്ള ഒരു തോന്നലാണ്. അത് ബാലൻ പറയണ്ടായി, രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം പറയണ്ടായി. അത്യാവശ്യം ബോധം വീരമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു അടിമത്ത മനോഭാവം കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പുറത്തേക്ക് ഹിന്ദു കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ CPM ജയിക്കും, BJP ഓസ് കിട്ടും നേടും. ഓക്കെ. അല്ലെങ്കിൽ കോൺഗ്രസ് അത് ഉറപ്പിക്കണം. കോൺഗ്രസ് നിങ്ങൾ ലീഗിനെ സ്നേഹിച്ചോ, ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? തള്ളിപ്പോകാം. എത്ര വോട്ടുണ്ട്? അല്ല, അവർക്ക് വോട്ട് എന്ന് വെച്ചാൽ പിന്നെ ചില പോക്കറ്റുകളുടെ വോട്ടേ ഉള്ളൂ. പക്ഷേ അവരുടെ ഒരു ഐഡിയോളജി, മീഡിയ മണ്ണും മറ്റേ മാധ്യമ പത്രവും ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സ്വാധീനമുണ്ട്. ഓക്കെ. അത് കണ്ടായിരിക്കും. പക്ഷേ മറ്റേ ഹിന്ദുക്കളെ വോട്ടും കൂടി വേണ്ടേ? യെസ്, അതൊരു ഫാക്റ്റാണ്. ഹിന്ദുക്കളെ പലരോടും ഞാൻ സംസാരിക്കും. ഒരു മുസ്ലിം ലീഗിനോട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ഇതൊന്നും അവർക്ക് താല്പര്യമില്ല. അത് വലിയ രീതിയിൽ ബാധിക്കും അവരെ. സാധ്യതയുണ്ട്. ഒരു ലീഡിലേക്ക് UDF പോയി എന്ന് പറയാൻ സാധിക്കില്ല. ഒപ്പത്തിനൊപ്പമാണ്. BJPക്കും ഒരു 4-5 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയും ഉണ്ട്. കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ സമയത്ത് പോലെ കംഫർട്ടബിൾ അല്ല LDF. പിന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആരാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് ഞാൻ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, അവരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് പാർട്ടിനുള്ളിൽ തന്നെ ഗുണം ചെയ്യും. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഇത് പിണറായിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു എന്താണ് ചാനലൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരാൾ പറഞ്ഞൊന്ന് മൂപ്പരെ എടുക്കരുത്. മൂപ്പര സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പറയുന്ന ആളുകൾക്ക് അത് ദോഷമാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മൂപ്പർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഒരു ഈഗോയുടെ ഫാക്ടറുണ്ട്. ഈഗോയുടെ മൂപ്പർക്ക് ഈ പറയുന്ന ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇഷ്ടമല്ല. അതായത് ഈ പറയുന്ന ചാനലിലേക്ക് മൂപ്പരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രസ്ഥാനത്തിന് വേണ്ടി അടിച്ച് നിൽക്കണം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി കുറേ വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റണം നേരിട്ട് എണ്ണിക്കൊണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ പത്രത്തിലൊക്കെ ഈ ചാനലൊക്കെ വന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകളൊന്നും അങ്ങനെ താല്പര്യമേ ഇല്ല. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ചില നല്ല രാഷ്ട്രീയക്കാർ നമ്മളിപ്പോൾ അവരുടെ പേര് വന്നിട്ട് അവരെ ഭാവി സ്പോയിൽ ചെയ്യണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ BJP-യുടെ സഖ്യകക്ഷികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ BDJS എനിക്കിതറിയാം, എനിക്ക് നന്നായിട്ട് ഇതറിയാം. വളരെ വിചാരം ഞാനതുകൊണ്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് മുഖ്യമന്ത്രി 2 തവണ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പാർട്ടി സെക്രട്ടറി. ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ ഏരിയയിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ പോകണ്ട, ഒന്ന് പോവില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് മൂപ്പര നന്നായിട്ട് അറിയാം, എന്താ മൂപ്പര ആറ്റിറ്റ്യൂഡ് എന്താ. അപ്പോൾ പക്ഷേ അത് ഒരു പാവപ്പെട്ട കർഷകനൊക്കെയാണ് പോകുന്നതെങ്കിൽ മൂപ്പര് പരിഗണിക്കും. നല്ല വോട്ട് ബാങ്കൊക്കെ കയ്യിലുള്ള ഒരാളാണ് പോകുന്നതെങ്കിലും മൂപ്പര് പരിഗണിക്കും. അല്ലാതെ ഈ പറയുന്നതിൻ്റെ അത് ഞാനെന്താ വലിയ സംഭവം ഞാനങ്ങനെ വിചാരിക്കുന്ന ആളല്ല കേട്ടോ. പൊതുവേ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വിചാരമുണ്ട്, കേരളത്തെ മൊത്തം ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഞാനാണെന്നുള്ള ചിന്താഗതി പലർക്കും ഉണ്ട്. അങ്ങനെയല്ല, മൂപ്പര് അടുത്ത് പോയി കഴിഞ്ഞാൽ മൂപ്പര് കടക്ക് പുറത്ത് നിന്ന് മൂപ്പര് അറിയില്ല. പക്ഷേ മൂപ്പരൊക്കെ ശരി എന്നൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുന്നല്ലാതെ ഒരു ബഹുമാനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ. പക്ഷേ ചില ആൾക്കാരൊക്കെ തന്നെ, ചില പ്രായമായ സ്ത്രീകളൊക്കെ തന്നെ വലിയ രീതിയിൽ അവഗണിക്കപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ മറ്റും. അതങ്ങനല്ല, അത് മൂപ്പര് ഈ മുഖ്യമന്ത്രി തിരക്കിലായി നടക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന സമയത്ത് ആ റിഫ്ലക്സ് ആക്ഷൻ്റെ പുറത്ത് വന്നായിരിക്കും. ആ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തെ മുന്നിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇടപെട്ട് തീർത്തിട്ടുണ്ടാവും. പണ്ടൊക്കെ CPM-യുടെ പ്രശ്നം വെച്ചാൽ അവരുടെ ആളുകളെ മാത്രമാണ് അവരുടെ ആളുകളെ കണ്ടിരുന്നുള്ളൂ. പിണറായിൻ്റെ ഒരു വലിയ ഗുണം വെച്ചാൽ മൂപ്പർ അങ്ങനെ അല്ല എന്നുള്ളതാണ്. മൂപ്പര് മുന്നേ ജനീം കേസ് വന്നാൽ മൂപ്പര് പിന്നെ പക്ഷേ മൂപ്പരക്കിട്ട് പണിയാനുള്ള കേസാണെങ്കിൽ മൂപ്പര് അത് ആ രീതിയിൽ തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹത്തെ പുറത്തുനിന്ന് പഠിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ ഈ സഖ്യകക്ഷികളിലേക്ക്, BJP-യുടെ സഖ്യകക്ഷികളിലേക്ക് തിരിച്ചു വന്ന് അവസാനിപ്പിക്കാം. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഈ സഖ്യകക്ഷികളുടെ സ്വാധീനം കൊണ്ട് തീരദേശ ബെൽറ്റിലെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ BJP-ക്ക്? ഏത് സഖ്യകക്ഷി? അത് 2020 ആണെങ്കിലും സാബു 2020 വലിയ തീരദേശ മേഖലയിലൊന്നും തിരുവനന്തപുരത്തൊന്നും വലിയ പ്രശ്നം. തീരദേശ രാജീവ് വേറെന്തൊരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് തീരദേശത്ത്. രാജീവിൻ്റെ ഒരു സ്വാധീനം, അതായത് സയൻറ്റിഫിക്കായിട്ട് അവിടുത്തെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, കടൽ കയറുന്നു, ഈ വിഷയങ്ങളെല്ലാം അവിടെ മൺതിട്ട രൂപ കൊണ്ടുവന്നിട്ട് ബോട്ടുകൾ മറിയുന്നു, ഈ വിഷയത്തിലെല്ലാം നേരിട്ട് ഇടപെടാന്നുള്ളൊരു അഷുറൻസ് നേരത്തെ കൊടുത്തിരുന്നു. അതൊന്നും പക്ഷേ വോട്ടായി മാറിയില്ല അദ്ദേഹം. അല്ല, അത് കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. രാജീവ് കുറച്ചൊക്കെ അവിടെ വോട്ട് കൂടിയിട്ടുണ്ട് BJP-ക്ക്. പക്ഷേ അത് ഒരു ദിവസം കൊണ്ടൊന്നും അവരെ മാറ്റാൻ അധികം ഈ പറയുന്ന ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അത് കോൺഗ്രസിലെ വോട്ട് ബാങ്കാണ്. പക്ഷേ പതുക്കെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ രാജീവിന് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തീരദേശത്ത് ഇപ്പം നേരിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ആരും അവരുടെ പോക്കറ്റിൽ വന്നിട്ടില്ല. ഓക്കെ. ഈ അതുപോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ BJP-ക്ക്? മധ്യ കേരളത്തിൽ അത് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് എത്രത്തോളം അവർക്ക് സ്വാധീനിക്കാൻ പറ്റും ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ഓക്കെ. ഈ കോൺഗ്രസിൻ്റെ ഈ ജമാഅത്ത് ഇസ്ലാമി വേഷം കൂടുതൽ വരികയും ഓക്കെ പിന്നെ ഈ അങ്ങനെയൊക്കെ വന്നു കഴിയും. പിന്നെ CPM-ആയിട്ട് സഭകൾ കുറച്ച് അകലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ BJP-ക്ക് അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ ആ കുര്യലൊക്കെ സ്ഥാനാർത്ഥിയായി വന്നാൽ ചിലപ്പോൾ എന്നാൽ ഈ കുര്യൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് എവിടെ കണ്ടു, അങ്ങനെ കാണുമെങ്കിൽ ചിലപ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത. കുര്യനെ പറ്റി നല്ല അഭിപ്രായമാണ്. എന്നോട് കോൺഗ്രസ്സുകാരായിട്ടുള്ള പല ക്രിസ്ത്യാനികളും പറഞ്ഞു കുര്യൻ ഈസ് പെർഫോമിങ് സോ വെൽ എന്നാണ്. ഓക്കെ. നേരത്തെ ഒരു ഓർഗനൈസറെയും മൊബിലൈസറെയും കുറിച്ച് പറഞ്ഞു. ഓർഗനൈസർ കഴക്കൂട്ടത്താണ് മത്സരിക്കുന്നതെന്ന് കേട്ടു വി മുരളീധരൻ. അതുപോലെ തന്നെ മൊബിലൈസറായി വിശേഷിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ ഇനിയിപ്പോൾ ചിലപ്പോൾ പാലക്കാട്ടേക്ക് പോയേക്കും, അതല്ല വട്ടിയൂർക്കാവിലേക്ക് വന്നേക്കുമോ എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കും. പാലക്കാട് ലക്ഷണശാസ്ത്രം ശോഭയ്ക്ക് അനുകൂലമല്ല. അവിടെ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് പറയണ്ട ക്യാമ്പിനുള്ളിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കായംകുളത്ത് തന്നെ മത്സരിക്കാൻ സാധ്യതയായിരിക്കും അവർ കുറച്ചുകൂടി നല്ലത്. അത് പക്ഷേ തുഷാർ ചോദിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ആണോ? അങ്ങനെ കേൾക്കുന്നു. തുഷാർ തോൽക്കും. തുഷാർ ജയിക്കില്ല. ഓക്കെ. ജയിക്കണമെങ്കിൽ തുഷാറിന് വലിയ ശത്രുക്കളുണ്ട്. അച്ഛനോടുള്ള വിരോധം തുഷാറിനോടുള്ള ശത്രുവായിട്ടാണ് പുറത്തു വരുന്നത്. ശോഭ നിന്നാൽ കുഴപ്പമില്ല. ശോഭ എന്നാൽ സാധ്യതയുണ്ട്. പിന്നെ വട്ടിയൂർക്കാവിൽ ശോഭ എന്ന് എനിക്കറിയില്ല. വട്ടിയൂർക്കാവ് വേറെ തരത്തിലുള്ള മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനുണ്ട്, പ്രശാന്തുണ്ട്. മാത്രമല്ല കെ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ശോഭനെ ജയിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ RSS ആഗ്രഹിക്കുന്നത്. അവിടെ കെ മുരളീധരൻ തോൽക്കണം എവിടെയും, കേരളത്തിൽ എവിടെയും. അങ്ങനെയുണ്ട്. അതെന്താണ് അങ്ങനെ ഉമ്മനത്തിനെ തോൽപ്പിച്ചത്? ആ ഒരു വൈരാഗ്യമുണ്ട്. അത് സത്യമാണോ? അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. 2 പേരെ എവിടെ നിന്നാണ് തോൽപ്പിക്കണമെന്നാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. 2 പേര്, ഒന്ന് കെ മുരളീധരൻ, ഒന്ന് സന്ദീപ് വാര്യർ. സന്ദീപ് പക്ഷേ മുരളീധരനെ പോലല്ല. സന്ദീപ് വന്നാൽ വഴി കണ്ടുപിടിച്ചിട്ടേ എങ്ങോട്ട് ഇറങ്ങുള്ളൂ.
അങ്ങനത്തെ മണ്ഡലത്തിലെ സന്ധ്യയും മത്സരിക്കുള്ളൂ. പക്ഷെ മുരളീധരൻ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് വെച്ച് പറ്റിക്കും. അപ്പം അമ്മ ചേച്ചി വന്നതിൻ്റെ മതി, മുരളി ചേട്ടൻ അവർ വലിയ കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ബി ജെ പിയുടെ നിലവിലെ ഒരു സ്ഥിതി കണക്ക് വെച്ച് നോക്കുമ്പോൾ അവരുടെ നില. സഖ്യകക്ഷികൾ കടന്നു വന്നതിലൂടെ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. അവർ ഒത്തൊരുമയോടുകൂടി നിന്നാൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. ഒത്തൊരുമയോടെ നിന്ന് പോരാടുവാനുള്ള ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. അതിന് കേന്ദ്ര നേതൃത്വം തന്നെ വല്ല വിധേനയും ഇടപെടേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ആത്മവിശ്വാസമില്ലായ്മ. ഞങ്ങളിവിടെ ജയിക്കും എന്ന് തറപ്പിച്ച് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, കേരളത്തിലെ ആകെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF-ന് കാര്യമായ ലീഡുണ്ട് എന്ന് ഈ പല മാധ്യമങ്ങളും പറയുന്നത് പോലെ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. കാരണം വലിയ ലീഡൊന്നും അവർക്കിപ്പോൾ അവകാശപ്പെടാനില്ല. അതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ അത്ര കണ്ടങ്ങ് വെറുത്തിട്ടില്ല LDF ഭരണകൂടത്തെ എന്നാണ് പറയുന്നത്. താൽക്കാലികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ചില അംഗങ്ങൾ നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നും തന്നെ വോട്ടിങ്ങിനെ ബാധിക്കാനുള്ള സാഹചര്യവും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ മത്സരം തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിനത്തിലേക്ക് എത്തുമ്പോൾ ആർക്കാണ് കൂടുതൽ കരുത്ത് നൽകുക എന്നുള്ള കാര്യത്തിൽ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.